ഇതാണ് ഷില്ലോങ്ങിൻ്റെ ഹൃദയഭാഗത്തുള്ള വാട്ട്സ് ലേക്ക്. ഈ ലേക്ക് ഒരു കുതിരയുടെ ഷൂവിൻ്റെ ഷേപ്പിലാണ് ഉള്ളത്. വളരെ കുഞ്ഞൊരു ലേക്കാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഞങ്ങൾ രാവിലെ ഒരു 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അധികം ആൾക്കാർ ഇവിടെ ഇല്ലാത്തത്. ഇവിടെ ചെറിയ പൂക്കളുടെ ഒരു കളക്ഷനുണ്ട്. ആ കാണുന്നതൊക്കെ ചെറിയ പുഷ്പങ്ങളുണ്ട്. അപ്പോൾ ഇവിടാണ് ഏറ്റവും കൂടുതൽ ചെറിയ ബ്ലോസം ഫെസ്റ്റിവലിൻ്റെ വേദിയും കൂടാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൽ കയറാൻ ഇപ്പം തുറന്നിട്ടില്ല. അവിടെ കയറുന്നതിന് പ്രത്യേക പൈസ കൊടുക്കണം. ഫോട്ടോഷൂട്ടിനൊക്കെ ഉള്ളൊരു സ്ഥലമാണത്. ഇതിൻ്റെ ചുറ്റുമായിട്ട് നടന്നു വരാനായിട്ട് പാത്വയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് രാജ്ഭവൻ, ഗവർണറുടെ റെസിഡൻസ് ഉള്ളത് ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടുത്തെ വേദി കെട്ടിയാണോ പൊളിക്കുകയാണോ എന്നറിയത്തില്ല. ഇവിടെ എന്തോ ഒരു പരിപാടിയൊക്കെ നടക്കുന്നത്, ക്രിസ്മസ് മേടിച്ചുള്ള പരിപാടിയായിരിക്കും ഇവിടെ. അതിനുള്ള സ്റ്റേജൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എക്സിബിഷനൊക്കെ കാണുമായിരിക്കും ഇവിടെ. താറാവൊക്കെ കിടന്ന് നീതി തുടിക്കുന്നുണ്ട് ഇവിടെ. ഡിസംബർ 6 തൊട്ട് ഇവിടെ ഒരു സ്പോക്കൺ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ വേദി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇവിടെ എന്തോ എക്സിബിഷൻ നടക്കാൻ പോകുന്നുണ്ടെന്നത് ശരിയാണ്. ഇവിടെ സ്പോക്കൺ ഫെസ്റ്റ് എന്നാണ് പറയുന്നത്. ഷില്ലോങ് സ്പോക്കൺ ഫെസ്റ്റ് 6 ഡിസംബർ വാട്ട്സ് ലേക്ക്. ഇവിടെ നോക്കിയാൽ നടുക്കുള്ള ആ ബ്രിഡ്ജിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. ആ ബ്രിഡ്ജിൽ ഇപ്പോൾ ആരും കയറുന്ന കാണുന്നില്ല. അത് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. എന്താണെന്നറിയത്തില്ല. ഒരു ബൊട്ടാണിക്കൽ ഗാർഡനും കൂടെ ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട്. ഈ സ്പോക്കൺ ഫെസ്റ്റിവലിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വാട്ട്സിലേക്ക് ചുറ്റിക്കറങ്ങി വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. എന്തായാലും വീഡിയോ ഒക്കെ കൂടെ എടുത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3/4 മണിക്കൂറോളം വരും. ആ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണത്. ഇങ്ങോട്ടൊക്കെ കുറേ നമുക്ക് നടക്കാൻ. കുറച്ച് നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ. ആ തടാകം ചെറുതാണെങ്കിലും അതിൻ്റെ കരഭാഗം കുറേ ഉണ്ട്. നമ്മളെ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു 5-6 മടങ്ങ് ചെറുതാണ് ഇത്. എന്നാലും നല്ല ഭംഗിയുണ്ട്. അങ്ങോട്ടുമൊക്കെ നമുക്ക് നടന്നു പോവാം. നല്ല സ്ലോപ്പുണ്ട് അവിടെ. അവിടെ പുൽത്തകടിയൊക്കെ ഉണ്ട്. നല്ല പുൽത്തകടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും ആ ചെറിയ പുഷ്പങ്ങളാണ്. ആ ബ്രിഡ്ജിൻ്റെ ക്ലോസ് ലുക്കാണ് ബ്രിഡ്ജിൻ്റെ. ഇത് റൗണ്ട് അടിച്ച് വരാം നമുക്ക്. അരുണാചൽ പ്രദേശിലെ മാതിരി ലേക്കിൽ ഞാൻ റൗണ്ട് അടിച്ചായിരുന്നു. അതൊരു അസാധ്യ റൗണ്ടായിരുന്നു. ഇതാണ് വാട്ട്സേക്കിൻ്റെ കുറുകെയുള്ള തടിപ്പാലം. ഫോട്ടോ പോയിൻ്റാണിത്. ഇപ്പോൾ എന്തായാലും തുറന്നിട്ടില്ല. ഇവിടെ ചെറിയ പെഡൽ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. റോയിങ് ബോട്ടുകളൊക്കെ ഉണ്ട്. ബോട്ടിങ്ങൊക്കെ നമുക്ക് നടത്താം. ഇതാണ് ഇവിടുത്തെ ബോട്ട് ഹൗസ്. എൻ്റെ അത് കയറി ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് ബോട്ടിങ് നടത്താം. ഇതെൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് സ്റ്റാളുകളൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പം പൂർത്തിയാവും. ക്രിസ്മസ് ആയിട്ടില്ലല്ലോ.
അപ്പോൾ ഇവിടെ നല്ലൊരു മേളമായിരിക്കും ക്രിസ്മസ് സമയത്ത് വന്നു കഴിഞ്ഞാൽ. ഇനി ഞാൻ തിരിച്ചു പോയി ഏകദേശം എല്ലാം ചുറ്റിക്കറങ്ങി കഴിഞ്ഞു. അപ്പോൾ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ വാർഡ്സിലേക്ക് പൂർണ്ണമായിരിക്കുകയാണ് വാർഡ്സിലേക്ക് എൻ്റെ പര്യടനം.